സ്വന്തം കുഞ്ഞിന്റെ പിതൃത്വം സംശയിക്കുന്ന സംശയരോഗികളായ പുരുഷന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കകരമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ. കമ്മീഷന് മുന്നിൽ വന്ന 42 പരാതികളിൽ 11 തീർപ്പാക്കി. കുഞ്ഞിന്റെ പിതൃത്വത്തിൽ സംശയമുന്നയിച്ച് വനിതാ കമ്മീഷന്റെ സഹായത്തോടെ DNA ടെസ്റ്റ് നടത്തിയിരുന്നു. എന്നാൽ പിതൃത്വം തെളിഞ്ഞിട്ടും ഭർത്താവ് സംരക്ഷണം നൽകുന്നില്ലെന്ന യുവതിയുടെ പരാതി പരാമർശിച്ചായിരുന്നു കമ്മീഷൻ ആശങ്ക പങ്കുവച്ചത്. മദ്യവും മയക്കുമരുന്നും അത്യന്തം സങ്കീർണമാക്കുന്നതായി കമ്മീഷൻ നിരീക്ഷിച്ചു. സ്വന്തം വീട്ടിൽ നിന്നും ഭർത്താവ് പുറത്താക്കിയതിനെ തുടർന്ന് യത്തീംഖാനയിൽ അഭയം തേടിയ യുവതിക്കും കുഞ്ഞുങ്ങൾക്കും സുരക്ഷിതമായി വീട്ടിൽ തന്നെ താമസിക്കാനുള്ള സാഹചര്യമൊരുക്കാൻ വനിതാ ശിശു സംരക്ഷണ ഓഫീസർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. വിവാഹാലോചനയുടെ ഏത് ഘട്ടത്തിലും പെൺകുട്ടിക്ക് പിന്മാറാനുള്ള അവകാശമുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. പ്രണയമാണെങ്കിലും അതേ അവകാശമുണ്ട്. കോട്ടക്കലിൽ നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറിയ പെൺകുട്ടിയുടെ വീടിന് നേരെ യുവാവ് വെടിയുതിർത്ത വന്നിട്ടുള്ള പരാതികളിലേറെയും ഗാർഹിക ചുറ്റുപാടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. കുടുംബാന്തരീക്ഷം അത്യന്തം സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കാൻ ഇടവരുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ ഈ വനിതാ കമ്മീഷൻ്റെ മുമ്പാകെ വരുന്ന പരാതികളിലേറെയും വ്യക്തമാവുന്നത്. അത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം കുടുംബാന്തരീക്ഷം തകർക്കപ്പെടുന്ന ഒട്ടേറെ സാഹചര്യങ്ങളാണ് ഈ പരാതികളിൽ വ്യക്തമാവുന്നത്. ലഹരി വസ്തുക്കൾ എന്ന് പറയുമ്പോൾ മദ്യപാനം മാത്രമല്ല, മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളും കുടുംബാന്തരീക്ഷം വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. അതിലൂടെ കുട്ടികളുടെ ദുരവസ്ഥയാണ്, കുട്ടികളുടെ ജീവിതം, കുട്ടികളുടെ വിദ്യാഭ്യാസമടക്കം വളരെയേറെ തകരാറിലായി പോകുന്ന സാഹചര്യം ദൃശ്യമാണ്. സംഭവം പരാമർശിച്ചായിരുന്നു കമ്മീഷന്റെ പരാമർശം. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന